പഴയതുപോലെ എച്ചെടുത്താൽ ഇനി കാർ ലൈസൻസുമായി പോകാനാകില്ല. കയറ്റവും ഇറക്കവും റിവേഴ്സ് പാർക്കിംഗുമുള്ള മാതൃകയാണ് ഒരുക്കാൻ പോകുന്നത്. സമാന്തര പാർക്കിംഗ്, ആംഗുലർ പാർക്കിംഗ് തുടങ്ങിയവയുമുണ്ട്. ടേണിംഗ് റേഡിയസ് കുറഞ്ഞ വണ്ടിയിൽ പരിശോധിച്ചാണ് പുതിയ രീതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. പീസ് പബ്ലിക് സ്കൂൾ, കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം മോട്ടോർ വാഹന വകുപ്പ് മെയ് മുതൽ നടപ്പാക്കിയേക്കും. ഈ സംവിധാനങ്ങളെല്ലാം മൈതാനത്ത് ഒരുക്കണം. ഇത് വിശദീകരിക്കുന്നതിനായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. പുതിയ രീതി ഉടൻ തന്നെ നടപ്പാക്കുമെന്നും അറിയിച്ചു. പരിശോധനാ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്ന് സ്കൂളുകാരോട് നിർദ്ദേശിച്ചിരുന്നു. ചിലർ സമ്മതിച്ചെങ്കിലും ചിലവോർത്ത് അവരിപ്പോഴും ആശങ്കയിലാണ്. നിലവിലെ പരിശോധനാ രീതി അനുസരിച്ച് ഏതു മൈതാനത്തും എച്ചെടുക്കാം. എന്നാൽ പരിഷ്കരിച്ച രീതിയിൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണം. ഇതൊരുക്കാൻ 3 മുതൽ 5 വരെ ലക്ഷം രൂപ ചെലവാകുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. സംസ്ഥാനത്ത് 86 ഡ്രൈവിംഗ് പരിശോധനാ കേന്ദ്രങ്ങളാണുള്ളത്. ഇതിൽ 10 മോട്ടോർ വാഹന വകുപ്പിന്റേതുള്ളൂ. മറ്റിടങ്ങളെല്ലാം പൊതുസ്ഥലങ്ങളായാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ഥിരം സംവിധാനമൊരുക്കാൻ സാധിക്കുകയുമില്ല. അവിടങ്ങളിൽ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.